ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം. ദ ബുക്ക് ഓഫ് ജെർമിയ ചാപ്റ്റർ 8. യിരെമ്യാവ് 8-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവം യിരെമ്യാവിനോട് യഹൂദ മക്കൾക്ക് ലഭിക്കുവാൻ പോകുന്ന ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് അവരെ നിരന്തരമായി ബോധിപ്പിക്കുന്നു. അതുപോലെ ശിക്ഷയിൽ നിന്ന് വിമോചനം പ്രാപിച്ച് മടങ്ങി വരുവാനുള്ള സാധ്യതയും അവർക്കുണ്ടെന്നും അവരെ ബോധിപ്പിക്കുന്നു. Jeremiah chapter 8's main message is that Judah's persistent sin, rejection of God's law, and stubborn refusal to repent will bring upon them a highly destructive judgment. Verse 1 and 2. ദേവാലയ കവാടത്തിൻ്റെ വാതിക്കൽ നിന്ന് യിരെമ്യാവ് നൽകുന്ന ദൂത് ഈ 8-ാം അധ്യായത്തിൽ തുടരുന്നു. യഹൂദ മക്കൾ ആരാധിച്ചുകൊണ്ടിരുന്ന പ്രതിമകളായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും മുമ്പാകെ അവർ യഹൂദ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പ്രവാചകന്മാർ, യെരുശലേം നിവാസികൾ ഇവരുടെ അസ്ഥികളെ ശവക്കുഴികളിൽ നിന്നെടുത്ത് നിരത്തിവെക്കും. ആരും അവയെ പെറുക്കിക്കൂട്ടുകയോ കുഴിച്ചിടുകയോ ചെയ്യുകയില്ല. ഈ അസ്ഥികൾ നിലത്തിന് വളമായി തീരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചിട്ട് ഒരു ശവസംസ്കാരം കിട്ടാതെ പോയാൽ അവനെ സംബന്ധിച്ച് അതൊരു ട്രാജഡിയാണ്. ശവസംസ്കാരം നടന്നിട്ട് ആ ശവക്കുഴി തുറക്കേണ്ടി വന്നാൽ ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ തലമുറയ്ക്ക് തന്നെ ഒരു ശിക്ഷയുടെ ഭാഗമാണ്. Verse 3 describes an extreme level of suffering and despair for the people of Judah, where they would prefer death over continued life due to the overwhelming calamities and hopelessness of this situation. Verse 4 and 5. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യർ വീണാൽ അവർ വീണ്ടും എഴുന്നേൽക്കയില്ലയോ? മനുഷ്യർ ദൈവത്തിൽ നകന്നു പോയാൽ അവർ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയില്ലയോ? മനുഷ്യർ എന്തുകൊണ്ട് ദൈവത്തിൽ നിന്നകലുന്നു? അവർ അവരുടെ ദുഷ്പ്രവൃത്തി നിമിത്തം ദുഷ്പ്രവൃത്തികളിൽ നിന്നുകൊണ്ട് ദൈവത്തെ വെറുക്കുന്നു. നമ്മളൊക്കെ വീണു പോകാം, വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അബദ്ധങ്ങൾ, തെറ്റുകൾ, പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെങ്കിൽ ദൈവം കൈവിട്ടു എന്ന് നാം വിചാരിക്കരുത്. ആത്മീയ ജീവിതം തകർന്നു പോയെന്ന് നാം വിചാരിക്കരുത്. ദൈവം ഇന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വേഴ്സ് 6. ദൈവം അവർ പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ടു. ആരും സത്യം സംസാരിച്ചില്ല. അവരവരുടെ ദുഷ്ടതയെക്കുറിച്ച് ആരും അനുതപിച്ചില്ല. കുതിര പോർക്കളത്തിൽ ഓടുന്നത് പോലെ എല്ലാവരും ദൈവത്തെ മറന്ന് ദുഷ്പ്രവൃത്തികളിലേക്ക് ഓടുന്നു. വേഴ്സ് 7. ആകാശത്തിലെ പെരുഞ്ഞാറയ്ക്ക് തൻ്റെ കാലം അറിയാം. കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. ഇസ്രായേൽ മക്കളോ ദൈവകൽപ്പനകൾ അറിയുന്നില്ല. നല്ല നോളജുള്ള ഒരു പക്ഷിയാണ് ദേശാന്തര പക്ഷി. കാരണം ആ പക്ഷിക്കറിയാം എപ്പം വരണം, എപ്പം പോകണം, എവിടേക്ക് പോകണം, ഏതു വഴി പോകണം. ആ പക്ഷി എപ്പോഴും പ്രകാശമുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഈ വാക്യത്തിൽ പ്രധാനപ്പെട്ട 2 വേർഡ്സ്: 1 കാലം അറിയുന്നു, 2 സമയം അനുസരിക്കുന്നു. കാലം, സമയം എന്നുള്ളതിനെ 2 പ്രധാനപ്പെട്ട വാക്കുകളാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്രോണോസ്, സെക്കൻഡ് കൈറോസ്. Chronos and Kairos means
point of time. Chronos means the length of time, means kalam, kalaghattam. Example, the flood refers in Genesis 7:11-24 specifies that the rain lasted 40 days and 40 nights. Kairos means തക്ക സമയം, അനുകൂല സമയം, അവസരം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുകൂല സമയം, ഒരവസരം ഒരുക്കിത്തരും. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, വചനം പങ്കുവയ്ക്കാൻ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തരുന്ന തക്ക സമയം. സങ്കീർത്തനം 1:3 തക്ക കാലത്തെ ഫലം കായ്ക്കുന്നതും. Verse 8, Israel's religious leaders and scribes thinks they are wise. They falsely presented God's law, but by twisting its meaning through false teachings. Verse 9, ജനം ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞ് കഠിന പാപം ചെയ്തിരിക്കുന്നു. ഇന്നും നമ്മുടെ ഇടയിലുള്ള പാപം ജനങ്ങൾ ദൈവവചനത്തെ നിരസിച്ച് കളയുന്നു എന്നതാണ്. നമ്മുടെ ഇടയിൽ ഇന്ന് കാണുന്ന തകർന്ന കുടുംബാന്തരീക്ഷവും ഭയാനകമായ സമൂഹവും എത്ര ശോചനീയമായ അവസ്ഥയാണ്. ഇരമ്യാവ് തൻ്റെ ജനത്തിൻ്റെ അവസ്ഥയിലേക്ക് താണിറങ്ങി ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, ജ്ഞാനികൾ ലജ്ജിതരാകും, അവർ ഭ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യും. അവരുടെ ജ്ഞാനം കൊണ്ട് എന്തു ഫലം? വേഴ്സ് 10, യഹൂദയിലെ ജനങ്ങൾ ആബാലവൃത്തം ദേവ്യാഗ്രഹികൾ ആകുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ന്യായവിധി ഞാൻ അവരുടെ ഇടയിൽ അയക്കും. ഞാൻ അവരുടെ ഭാര്യമാരെ എടുത്ത് അന്യന്മാർക്കും അവരുടെ നിലങ്ങൾ അന്യന്മാർ കൈവശമാക്കും. ഈ വേഴ്സ് നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് നമ്മുടെ അവിശ്വസ്തയും വ്യാജ പ്രവൃത്തികൾ നിമിത്തവും ദൈവം ന്യായവിധിക്കിരയാകാതെ ദൈവസന്നിധിയിൽ പാപം ഏറ്റുപറഞ്ഞ് വിശ്വസ്തയോടെ ജീവിക്കുക. വേഴ്സ് 11 and 12, അവർ എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ അശ്രദ്ധമായി വെച്ചുകെട്ടി ചികിത്സിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറയുന്നു. മ്ലേച്ഛത പ്രവർത്തിക്കാൻ അവർക്കൊരു ലജ്ജയുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണുപോകും. യഹോവയുടെ ന്യായവിധി ദിവസത്തിൽ അവർ ഇടറി വീഴും. യഹോവയുടെ ന്യായവിധി ദിവസത്തിൽ അവൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ ഒരുങ്ങാം. വേഴ്സ് 13 and 14, മുന്തിരിവള്ളിയിൽ മുന്തിരിപ്പഴം ഉണ്ടാകുകയില്ല, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ടാകുകയില്ല, ഇല വാടാൻ തുടങ്ങി. വളരെ ദയനീയമായ സ്ഥിതി. ആകപ്പാടെ ക്ലൈമറ്റിന് വ്യത്യാസം. അന്നേരവും അവർ അവരുടെ ഹൃദയം കഠിനമാക്കി. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം ദൈവമുഖത്തേക്ക് നോക്കി, ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് പറയേണ്ടത്. നെഹമ്യാവിനെ പോലെ, ദാനിയേലിനെ പോലെ, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമേ ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും ക്ഷമിച്ച് ഞങ്ങളെ കൈക്കൊള്ളണമേ എന്ന് പറയേണ്ടതിന് പകരം അവർ പറയുന്നു, ഇത്രയും സംഭവം നടന്നിട്ടും നാം ഇങ്ങനെ അനങ്ങാതിരിക്കുന്നതെന്ത്? യെരുശലേമിൽ നിന്ന് ഉറപ്പുള്ള പട്ടണത്തിലേക്ക് നമുക്ക് പോകാം, അവിടെ ചെന്ന് നശിച്ചു പോകാം. ഇത് എപ്പോഴും മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. വേഴ്സ് 15 and 16, നമ്മൾ സമാധാനം അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. രോഗശാന്തിക്കായി ആഗ്രഹിച്ചു, ലഭിച്ചതോ ഭീതി. അവരുടെ കുതിരകളുടെ ചിറാലിപ്പ് ഇസ്രായേലിൻ്റെ വടക്കേ അതിർത്തിയായ ദാനിൽ നിന്ന് കേൾക്കുന്നു. ഇരമ്യാവ് ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നു. ദാനിൽ നിന്നാണ് അവർക്ക് നാശം വന്നു ഭവിക്കുന്നത്. അലറിപ്പാഞ്ഞു വരുന്ന ആൺകുതിരകളുടെ മതഗർജനം പോലെയാണ് ശത്രുക്കൾ വരുന്നത്. അപ്പോൾ ദേശക്കാരൊക്കെയും കിലുകിലെ വിറയ്ക്കും.
അവർ ദേശത്തെയും ദേശത്തുള്ള സകലതിനെയും നഗരത്തെയും നഗരത്തിൽ വസിക്കുന്നവരെയും സംഹരിക്കും. വേഴ്സ് 17. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇതാ, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് സർപ്പങ്ങളെയും അണലികളെയും വിടുന്നു. അവയെ മയക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല, അവ നിങ്ങളെ കടിക്കും. വേഴ്സ് 18 and 19. 18 വാക്യം മുതൽ യിരെമ്യാവിൻ്റെ വാക്കുകളാണ്. അയ്യോ, എൻ്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം യിരെമ്യാവ് കരയാൻ തുടങ്ങി. ജനത്തിന് കരച്ചിലില്ല. ഇത്രയും കഠിനമായ ശിക്ഷയിലേക്ക്, ന്യായവിധിയിലേക്ക് എൻ്റെ സഹോദരങ്ങൾ വിധേയപ്പെടേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ യിരെമ്യാവിൻ്റെ ഉള്ള് കലങ്ങി. ബാബിലോണിലേക്ക് അവരെ അടിമകളാക്കി കൊണ്ടുപോകാൻ പോവുകയാണ്. യിരെമ്യാവ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. അപ്പോൾ യിരെമ്യാവ് കേൾക്കുകയാണ്, സിയോൻ പുത്രി കരഞ്ഞുകൊണ്ട് ദൂരദേശത്ത് നിന്ന് ചോദിക്കുന്നു, സിയോനിൽ ദൈവമില്ലേ? അവിടെ രാജാവില്ലേ? അവിടെ യഹോവ വസിക്കുന്നില്ലേ എന്ന് നിലവിളിക്കുന്നു. ഈ നിലവിളി യിരെമ്യാവിൻ്റെ കാതിൽ കേട്ടു. യഹോവയായ കർത്താവ് ഇപ്രകാരം ചോദിക്കുന്നു: നിങ്ങൾ നിങ്ങളുടെ കൊത്തുരൂപങ്ങൾ കൊണ്ടും ദേവന്മാരെ കൊണ്ടും എന്നെ കോപിഷ്ഠനാക്കിയതെന്തിനാണ്? വേഴ്സ് 20. The passing of the harvest and summer represents a season for the people to repent and seek God, but they did not seize this opportunity. The window for God's mercy and intervention has closed. Now the people are without hope. Verse 21 and 22. അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് ദൈവം തക്കതായ മാർഗം ഒരുക്കിയെങ്കിലും അവർ അത് അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് തൻ്റെ ഹൃദയഭാരം യിരെമ്യാവ് തൻ്റെ ജനത്തെ അറിയിക്കുകയാണ്. ഗിലെയാദിൽ സുഗന്ധ തൈലം ഇല്ലയോ? രോഗശാന്തി നൽകാൻ അവിടെ വൈദ്യനില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജനത്തിന് രോഗശാന്തി ഉണ്ടാകാത്തത്? ആ കാലത്തെ ഗിലെയാദിലെ സുഗന്ധ തൈലം ലോക പ്രശസ്തിയുള്ളതായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഉതകുന്ന പ്രത്യേക രീതിയിലുള്ള തൈലം. മാനസികമായും ശാരീരികമായും സൗഖ്യം കിട്ടുന്നില്ല. ജനങ്ങൾ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നു. ഈ 8 അധ്യായത്തിലെ മെയിൻ മെസ്സേജ് യഹൂദയുടെ പാപവും പാപം ഏറ്റുപറയുവാനുള്ള അവരുടെ തിരസ്കരണവും അവരോടുള്ള യിരെമ്യാവിൻ്റെ മുന്നറിയിപ്പുകളുടെ അവഗണനയും അവർക്ക് ശിക്ഷാവിധികൾക്ക് ഹേതുവായി. നമ്മുടെ പാപങ്ങൾ ദൈവമുൻപാകെ പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവീയ കൽപ്പനകളും അരുളപ്പാടുകളും അനുസരിച്ച് ജീവിക്കുക. ദൈവത്തോട് ചേർന്ന് ദൈവകൃപയിൽ ജീവിക്കാൻ സർവശക്തനായ ദൈവം നമുക്കിടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.